മാത്രമേ കല്യാണം കഴിഞ്ഞിപ്പോ എത്തിയുള്ളൂ. ആ അടുക്കളയിലേക്ക് കയറി അപ്പൊ തന്നെ ഡ്രസ്സ് പോലും മാറ്റിയിട്ടില്ല. ഇവള് വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. ചെന്നപ്പോഴാണ് അറിഞ്ഞത്. മനസ്സിലിരിപ്പ് എന്താന്നേ, എന്താ ആർക്കാണ് ഓഫാക്കി? ഓഫാക്കിയാ? ഓഫാക്കണ്ടേ? ആ അതാ ഓണാക്കണോ? ഓണ് അമ്മ കരിഞ്ഞു തോന്നുന്നു. എന്തോ മണമൊക്കെ വരുന്നു, പുകയൊക്കെ വരുന്നു. കരിയിച്ച ഇങ്ങനെ കാണിച്ച് എനിക്ക് എങ്ങനെ മനസ്സിലാവുക? എന്ത് മനസ്സിലാവണില്ല? ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇത് കുറയ്ക്കുക എന്നുള്ളത് മനസ്സിലാവണില്ല. ബാക്കി എല്ലാത്തിനും ഇന്നലെ ആ ഗെയിം കളിക്കുമ്പോ ഇങ്ങനെ കാണിക്കുമ്പോ മീശ മാധവൻ, ഇങ്ങനെ കാണിക്കുമ്പോ മറ്റേ ജിംഖാന, ഇതൊക്കെ വേഗം മനസ്സിലാവണ്ടല്ലോ ഗെയിമിലൊക്കെ. അതെങ്ങനെ അടുക്കളയിലായിട്ട് വല്ല ബന്ധം വേണം? അപ്പോഴാണ് ഇങ്ങനെയാക്കി കഴിഞ്ഞാൽ സിമ്മിലാണെന്നും ഇങ്ങനെയാക്കി കഴിഞ്ഞാൽ മറച്ചിടുകയാണെന്നും എന്നൊക്കെ മനസ്സിലാവുക. ഒന്നും പറയാൻ കേട്ടി. നല്ല നല്ല മക്കളുണ്ടാവാനും ഭാഗ്യം വേണം. ഇന്നലെ എഴുതേച്ച് വിളിച്ചപ്പോഴായിട്ട് അറിഞ്ഞേ മറ്റേ പിള്ള കല്യാണല്ലേ ഇന്ന് പോയത്. അത് പ്രേമിച്ചിട്ടത്രേ. നമ്മളുടെ ചേച്ചിയുടെ ലവ് മാരേജ് തന്നെയായിരുന്നില്ലേ? ചേച്ചിയുടെ എങ്ങനെയാണ് പ്രേമിച്ചിട്ട് കല്യാണം ആവുന്നത്? ഒരിഷ്ടമായി ഇവിടെ വന്ന് അന്വേഷിച്ചു, ആലോചിച്ചു. പ്രേമിച്ചിട്ടുള്ള കല്യാണത്തിന് ഒരു 3 തവണ 4 തവണ പെണ്ണിനും ചെക്കനെയും കാണാൻ പോവോ? ഇല്ലല്ലോ. ഇവിടെ എത്ര തവണ അവരിവിടെ വന്ന് നമ്മൾ അവിടെ പോയി. ഇത് ശരിക്കും അറേഞ്ച്ഡ് മാരേജ് ആണ്. ഇത് മറ്റേ ആത്മഹത്യ ചെയ്യോ അല്ലെങ്കിൽ ഇറങ്ങി പോകുന്നൊക്കെ പറഞ്ഞു അത്രേ. ചേച്ചി എന്ന് പറഞ്ഞല്ലോ സൂയിസൈഡ് ചെയ്യുന്നു. ഇല്ല ഏട്ടാ, ഈ വീട്ടിക്ക് പൂച്ചേനെ കയറ്റലൊന്നുമില്ല. വിറ്റേനൊന്നും തൊടാൻ പാടില്ല മോളെ. മാത്രല്ല മേത്തൊക്കെ രോമാവും. പിന്നെ ഇവരുടെ കപ്പി മൂത്രം ആര് കുരിച്ചിട്ടാ? ഞാൻ ചെയ്യോ? ഞാൻ ചെയ്യില്ല ഏട്ടാ. നിങ്ങൾക്കൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് കൈ കഴുകി പോയാൽ മതി. പിന്നെ ഞാൻ നോക്കേണ്ടി വരും. നടക്കില്ല. അവിടെ ചക്കരണിട്ട് നമ്മുടെ മുറ്റാണിട്ട് നമ്മുടെ മുറ്റിന് വിഷ്ണുണ്ടല്ലോ.